ധ്രുവരാജ് എന്ന ഒരു യൂട്യൂബർ ഉണ്ട്. മോഡി ഗവൺമെൻറ്റിനെ, BJPയെ, ഇന്ത്യയൊക്കെ ആക്ഷേപിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി. ഇദ്ദേഹത്തിൻ്റെ പല പ്രഭാഷണങ്ങളെയും നമ്മുടെ സുനിത ദേവദാസ് മലയാളത്തിൽ വിവർത്തനം ചെയ്ത് അവതരിപ്പിച്ചിട്ടുമുണ്ട്. ഏതാണ്ട് രണ്ട് കൂട്ടരും ഇസ്ലാമിസ്റ്റുകളുടെ പണം പറ്റി ജീവിക്കുന്നവരാണ് എന്നുള്ള നിലയിലാണ് കഴിയുന്നത്. ഇപ്പോൾ ബോളിവുഡിലെ കൃത്രിമ സൗന്ദര്യങ്ങൾ എന്ന തലക്കെട്ടിൽ ഇയാൾ ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അതിനകത്ത് ബോളിവുഡിലെ കൃത്രിമമായി സൗന്ദര്യം ഉണ്ടാക്കി കഴിയുന്ന നടീനടന്മാരെ കുറിച്ചുള്ള ഒരു ഇതാണ്. അതിനകത്ത് തംബ്നെയിലായിട്ട് കൊടുത്തിരിക്കുന്നത് ജാൻവി കപൂർ എന്ന് പറയുന്ന സിനിമാ നടിയുടെ ഫോട്ടോയാണ്. അപ്പോൾ ജാൻവി കപൂറിനെ പ്രത്യക്ഷത്തിൽ കാണിച്ച് അവരെ ആക്ഷേപിക്കുക, ഈ കൃത്രിമമായി സൗന്ദര്യമുണ്ടാക്കുന്ന നടീനടന്മാരെ അല്ലാതെയും പരോക്ഷമായും ആക്ഷേപിക്കാം. എന്തുകൊണ്ട് ജാൻവി കപൂറിനെ തിരഞ്ഞെടുത്തു? കാരണം ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊലയെ അപലപിച്ചുകൊണ്ട് ഇവർ പ്രസ്താവനകൾ ഇറക്കി. അവ മരിച്ച ആൾക്കാർക്ക് വേണ്ടി ഇവർ പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു. അതാണ് ഈ ധ്രുവനെ ഇത്രയേറെ ചൊടിപ്പിച്ചത്. കാരണം ഈ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുമ്പോൾ അപ്പോൾ മാത്രമേ നമ്മൾ ദുഃഖിക്കുകയും അതിനെ ഉത്തരവാദിയായിട്ടുള്ളവരെ അപലപിക്കുകയും ഒക്കെ ചെയ്യാവൂ. മറിച്ച് അവരത് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ സഹിച്ചുകൊള്ളണം, അത് ഇവരുടെ ഒരു അവകാശം എന്നുള്ള നിലയിലാണ് ഇവിടെ ഇന്ന് കണക്കാക്കപ്പെടുന്നത്. നമുക്കറിയാം, ഗോദ്രയിലെ 58 കരസേവകരെ പെട്രോൾ ഒഴിച്ച് ചുട്ടുകൊന്നു. അതിലാക്കും ഒരു പരാതിയില്ല, ആരെയും കുറ്റപ്പെടുത്തിയില്ല. അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്നുള്ള നിലയിൽ സംഭവിച്ച മുസ്ലിംകൾക്കെതിരെ ഉണ്ടായ ആക്രമണത്തെ അപലപിക്കാൻ മാത്രമേ ഇവിടെ ആൾക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളൂ. ഇതാണ് സ്ഥിതി.